പൗലോസ് സ്ലീഹ തീമോഥെയോസിന് എഴുതിയ രണ്ടാം ലേഖനം 2-ാം അധ്യായം 1 മുതൽ 10 വരെ തിരുവചനങ്ങൾ. വരക്കുമോ? ആകയാൽ എൻ്റെ മകനെ, യേശുമിശിഹായിലുള്ള കൃപയാൽ നീ ശക്തി പ്രാപിക്കുക. വളരെ സാക്ഷികൾ മുമ്പാകെ നീ എന്നിൽ നിന്നും കേട്ടിട്ടുള്ളതെല്ലാം മറ്റുള്ളവരെയും പഠിപ്പിക്കുവാൻ കഴിവുള്ള വിശ്വസ്തരായ ആളുകളെ നീ ഭരമേൽപ്പിക്കണം. യേശുമിശിഹായുടെ നല്ല ഭടൻ എന്ന വണ്ണം വിഷമതകൾ നീ സഹിക്കണം. തന്നെ തിരഞ്ഞെടുത്ത ആളിനെ പ്രസാദിപ്പിക്കുവാൻ വേണ്ടി ഏതു പടയാളിയും ലോകകാര്യങ്ങളിൽ ഉൾപ്പെടാതിരിക്കുന്നു. ഒരുവൻ പോരാടുന്നുവെങ്കിൽ തന്നെ അവൻ നിയമാനുസരണമല്ല മത്സരിക്കുന്നതെങ്കിൽ അവന് കിരീടം ലഭിക്കുന്നില്ല. അധ്വാനിക്കുന്ന കൃഷിക്കാരനത്രേ ആദ്യം ഫലം അനുഭവിക്കേണ്ടത്. ഞാൻ പറയുന്നത് നീ മനസ്സിലാക്കിക്കൊള്ളണം. സർവ്വകാര്യങ്ങളിലും നമ്മുടെ കർത്താവ് നിനക്ക് ജ്ഞാനം നൽകും. എൻ്റെ സുവിശേഷ പ്രകാരം ദാവീദിൻ്റെ സന്തതിയിൽപ്പെട്ടവനും മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർത്തെഴുന്നേറ്റവനുമായ യേശുമിശിഹായെ നീ ഓർത്തുകൊള്ളണം. ആ സുവിശേഷ നിമിത്തമായി ഒരു ദുഷ്കർമ്മിയെപ്പോലെ ബന്ധനങ്ങൾ ഉൾപ്പെടെയുള്ള കഷ്ടം ഞാൻ സഹിക്കുന്നു. എന്നാൽ ദൈവത്തിൻ്റെ വചനമോ ബന്ധിതമായിട്ടില്ല. ഇതു നിമിത്തം തിരഞ്ഞെടുക്കപ്പെട്ടവർ നിത്യമഹത്വത്തോടുകൂടി യേശുമിശിഹ മൂലമുള്ള രക്ഷ പ്രാപിപ്പാൻ വേണ്ടി ഞാൻ അവർക്കായി സകലവും സഹിക്കുന്നു. കർത്താവേ, സ്വർഗരാജ്യത്തിൻ്റെ മേശമേൽ ഞങ്ങളെ ഇമ്പപ്പെടുത്തണമേ. ആമേൻ.